യേശു കർത്താവ് പറഞ്ഞു തൻ്റെ മടങ്ങി വരവിന് ചില അടയാളങ്ങൾ ഉണ്ടെന്ന്. അതെന്തിനാണ്? അവൻ്റെ ശിഷ്യന്മാരത് അറിഞ്ഞിരുന്നാൽ സംഭവങ്ങൾ കാണുമ്പോൾ കർത്താവിൻ്റെ വരവാണ് എന്ന് അറിയാമല്ലോ. അതിനുവേണ്ടി ശിഷ്യന്മാരോട് മാത്രമായിട്ട് യേശു ഈ വിഷയം സംസാരിച്ചു. അത് പ്രധാനമായും 2 ബുക്കുകളിൽ കിടക്കുന്നു. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. ഈ 2 പുസ്തകങ്ങളിൽ, ഈ 2 അധ്യായങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ നിന്ന് മറ്റൊരടയാളം ഇന്ന് നമുക്ക് നോക്കാം. 24:12. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. സംഭവിക്കാൻ പോണ കാര്യമാണ്. AD 30 യേശു ഇത് പറഞ്ഞു. AD 2005 നമ്മൾ ഇത് പഠിക്കുന്നു. അധർമ്മം പെരുകും. ഇതാണ് ഒരടയാളം. മറ്റൊരടയാളം സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകും. AD 30 യേശു പറഞ്ഞു. ഈ 2000 വർഷത്തിനുള്ളിൽ അധർമ്മം പെരുകിയോ? കാര്യങ്ങളെക്കുറിച്ച് നന്നായി ശ്രദ്ധിക്കുന്നവർക്കറിയാം, അധർമ്മം പെരുകിയെന്നല്ല, ധർമ്മം ഇല്ലാതെ ആയിരിക്കുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ ഏറെക്കുറെ അന്യം നിന്നു പോയിരിക്കുകയാണ്. ചില ജീവികളെയും ചില പക്ഷികളെയും എന്നേക്കുമായി നശിച്ചു പോകാതിരിപ്പാൻ കാഴ്ച ബംഗ്ലാവിലും ഒക്കെ സൂക്ഷിക്കുന്നത് പോലെ ധർമ്മം എന്നത് ഇന്ന് കാഴ്ച ബംഗ്ലാവിലോ മ്യൂസിയത്തിലോ പോയി തപ്പേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു. ഇന്നത്തെ ഈ കൺസ്യൂമർ സംസ്കാരം, ഈ ബിസിനസ് മൈൻഡ് മനുഷ്യരെ മുഴുവനും കച്ചവട കണ്ണുകൊണ്ട് കാണുകയാണ്. ആരോ പറഞ്ഞു, മാട്രിമോണിയൽ ഈസ് എ മാറ്റർ ഓഫ് മണി. വിവാഹം എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു കളിയാണെന്ന്. പണത്തിന് വേണ്ടിയുള്ള ഒരു ബിസിനസ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, അദ്ദേഹം അതിലൂടെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെയാണ് കാണുന്നത്. ഭൂമിയിലെ സകല ആളുകളും ഈ വിധത്തിൽ കാര്യങ്ങളെ തലതിരിച്ചു കാണുന്നു. അപ്പോൾ ധർമ്മം എന്നൊരു സാധനം ഏറെക്കുറെ അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. പത്രവാർത്തകളിലെ ആ കയ്പുള്ള കറുത്ത ഭാഗങ്ങളൊക്കെ പരസ്യമായി വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും അധാർമികതയുടെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ കാല് വെട്ടാൻ, കൈവെട്ടാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചോ, ആളുമാറി വെട്ടിയെന്ന്. അതായത് 3-4 ചെറുപ്പക്കാർ ഒരു തുക കൈപ്പറ്റിയിട്ട് ഒരാളെ വെട്ടാൻ പോവുകയാണ്. അയാൾക്കോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ ഒരു തുകയാണ്, എത്രയോ ഞാൻ ഓർക്കുന്നില്ല, 5000-ഓ 10,000-ഓ. അത് മേടിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് കൊല്ലണ്ട, ഒരു കൈ അങ്ങ് വെട്ടിയാൽ മതിയെന്ന്. ഈ ഗ്രൂപ്പ് വെട്ടാൻ ചെല്ലുന്നു. ഒരു കൈ വെട്ടി, അവർ സ്ഥലം വിട്ടു. പക്ഷെ ഒരു നിരപരാധിയുടെ കൈയാണ് വെട്ടിയത്. ഇവർക്കൊരു ഫോട്ടോയും ഒരു രൂപവും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അതേപോലെ ഒരാളെ ഇരുട്ടല്ലേ പെട്ടെന്ന് കണ്ടു, വെട്ടി. എന്നിട്ട് പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്ത വളരെ ദയനീയമാണ്. മനുഷ്യൻ ധാർമ്മികമായി എന്തുമാത്രം തകർന്നു എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ പറ്റും. ആളുമാറി കൊലപാതകം. അതേ കാശ് കൊണ്ട് അവർ പോയി മറ്റേയാളെ വീണ്ടും വെട്ടണം.
അപ്പൊ ഈ കൊടുത്ത കാശ് കൊണ്ട് ഈ വ്യക്തി പറഞ്ഞയാളെ വെട്ടണം. അതിനുവേണ്ടി അവർ വീണ്ടും പോകുന്നു. ഈ ആദ്യത്തെ ആളെ വെട്ടിയതിനു വേണ്ടി പോലീസ് അന്വേഷണം തുടരുന്നു. അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആളെ വെട്ടുന്നു. ഇവരുടെ വഴിക്ക് പോകുന്നു. ഇവർ പിന്നീട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു, മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ പോയി വെട്ടുന്നു. ആരിത് ചെയ്യുന്നു? കാണ്ടാമൃഗമല്ല, കരിമ്പുലിയല്ല, കാട്ടാനയുമല്ല. തോമസ്, ഗോപി, രാമൻ, രാജു, ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അധർമ്മം പെരുകുന്നു. അധർമ്മം പെരുകുന്നു. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എത്ര കൊല്ലം മുമ്പ് പറഞ്ഞു? 2000 വർഷം മുമ്പ് പറഞ്ഞു. എന്താണത്? ഈ യുഗത്തിന്റെ അവസാനത്തിന്റെ ലക്ഷണമായിരിക്കും അത്. ഇത് കൂടും എന്ന് യേശു പറഞ്ഞത് ഗ്രാജ്വലി അന്ന് മുതൽ കൂടുകയാണ്. മാക്സിമത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്ത് മനസ്സിലാക്കണം? യേശു പറഞ്ഞ സമയമായി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരാഴ്ചത്തെ പത്രം അടുക്കി വയ്ക്കുക, അധർമ്മത്തിന്റെ പെരുപ്പം അവിടെ കാണാം, അധർമ്മത്തിന്റെ വർധനവ് അവിടെ കാണാം. ഇതിനു മുമ്പൊന്നും വായിക്കാത്ത തരം വാർത്തകളും ആ സൈസ് പരിപാടികളും മനുഷ്യ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഒരുത്തനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകൾ, പരിപാടികളൊക്കെ വർദ്ധിച്ചു വരുന്നു. അതെ, യേശു പറഞ്ഞ അടയാളം അധർമ്മം പെരുകും. അധർമ്മം പെരുകും. അന്ന് മുതൽ ഇന്ന് വരെ കൊണ്ട് അധർമ്മം ഓരോ ദിവസവും പെരുകുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും അത് കൂടിക്കൂടി വരികയാണ്. ലേറ്റസ്റ്റ് വൃത്തികേടുകൾ, പരിഷ്കരിച്ച ക്രൂരതകൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നു. ഒരധ്യാപകൻ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകനെ കുറിച്ച് പറയുന്നത് കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്നു എന്നാണ്. നമുക്കറിയില്ല. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ആ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. എന്നെ കൊല്ലല്ലേ എന്ന് അധ്യാപകൻ പറയുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ ഈയല് പോലെ വിറച്ച് ക്ലാസ്സിലിരിക്കുന്നു. ഇവരകത്ത് കയറി കുട്ടികളുടെ കൺമുമ്പിലിട്ട് അവരുടെ പ്രിയങ്കരനായ അധ്യാപകനെ തലങ്ങും വിലങ്ങും വെട്ടി കഷ്ണം കഷ്ണമായി മുറിച്ച് ചോരക്കളമാക്കി. എവിടെ നടന്ന കാര്യമാണ്? ഉഗാണ്ടയിൽ നടന്നതല്ല, സാക്ഷര കേരളത്തിൽ നടന്ന കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഒരു അധ്യാപകനെ വെട്ടി നുറുക്കുന്നു. രാഷ്ട്രീയ കൊലപാതകം എന്നാണ് അതിന്റെ പേര്. അതിനൊരു വിധിയൊക്കെ ഈയിടെ വന്നതായിട്ട് ഓർക്കുന്നു. അതൊക്കെ വളരെ പതുക്കെ വരും. അത് അടുത്ത കോടതിയിൽ ചെന്ന് വീണ്ടും അതിനെ മുഖം മാറ്റിയെടുക്കുന്നു. കോടതിയെ വിമർശിക്കുവാൻ ഒരു സുവിശേഷന് അവകാശമില്ല. എന്റെ വിഷയം അതല്ല. അധർമ്മം പെരുകുന്നു, ക്രൂരത വർദ്ധിക്കുന്നു. ആ കുട്ടികളെ അവരുടെ മനസ്സിന്റെ മുറിവ് കെട്ടുവാൻ ഇനിയും ഭൂമിയിൽ ആർക്കും കഴിയില്ല. അവരിൽ പല കുഞ്ഞുങ്ങളും പിന്നീട് സ്കൂളിൽ പോയില്ല. ചില കുഞ്ഞുങ്ങൾ ഭയം കൊണ്ട് രാവും പകലും ഉറങ്ങാതെയായി. ചില കുട്ടികളുടെ മാനസിക സമനില തെറ്റിപ്പോയി. നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ പലരും വിദ്യാലയത്തിലേക്ക് പോകാൻ പേടിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ നല്ല പാട്ടുകാര യേശുദാസ് തുടങ്ങിയുള്ള നല്ല ആളുകൾ, മറ്റാരൊക്കെയോ സാമൂഹിക പ്രവർത്തകർ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച വാർത്തകളൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. ഇത് യേശു പറഞ്ഞ ഒരു പ്രവചനം ഇതിനോട് ഞങ്ങൾ ബന്ധിപ്പിക്കുന്നു. അധർമ്മം പെരുകുന്നു. അവിടെ തന്നെ രണ്ടാമത്തേത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തേത്, വാക്യം 12 ഒരെണ്ണം കൂടെ പറഞ്ഞിരിക്കുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. സ്നേഹം തണുത്തുപോകും. സ്നേഹം ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? സ്നേഹം തണുത്തുപോയി. സ്നേഹം ഒഴുകുന്നില്ല. സ്നേഹം സ്വാർത്ഥതയിൽ ഒതുങ്ങുന്നു. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് എല്ലാം സ്വാർത്ഥതയിൽ നിന്നാണ് വരുന്നത്.
സ്നേഹം എന്ന് ഇവിടെ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമൊക്കെ നിങ്ങളൊന്ന് ശരിക്കും അനലൈസ് ചെയ്താൽ, ശരിക്കൊന്ന് വിശദമായി പഠിച്ചാൽ, ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്നത് വാസ്തവത്തിൽ ഒരു നല്ല ശതമാനം പേര് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയെ കൊണ്ട് അവന് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നതും അതുപോലെയൊക്കെ തന്നെ. മക്കളെ സ്നേഹിക്കുന്നത്, അമ്മയെ സ്നേഹിക്കുന്നത്, അപ്പനെ സ്നേഹിക്കുന്നത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇതാണ് ഫ്രീസ് ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ. സ്നേഹം തണുത്തുപോയി, ഒഴുക്കുന്നില്ല. അതങ്ങ് ചുരുങ്ങി 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 അത് വേറൊരു സാധനമായിപ്പോയി. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സ്നേഹത്തെക്കുറിച്ചൊരു ഉപന്യാസം എഴുതാൻ പഴയതിനേക്കാൾ കഴിവുണ്ട് ആളുകൾക്ക്. സ്നേഹത്തെക്കുറിച്ചൊരു കവിത എഴുതാനൊക്കെ ഇപ്പം നല്ല കഴിവുള്ള ആളുകളുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നല്ല പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനൊക്കെ നല്ല വിദഗ്ധമായ കഴിവുള്ള ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു. ശരിയാണോ? എവിടെ സ്നേഹം? സ്നേഹത്തിന് നല്ല പര്യായ പദങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ യഥാർത്ഥ സ്നേഹം കാണാനില്ലാതെ വണ്ണം അന്തരീക്ഷം വരണ്ടിരിക്കുന്നു, ശുഷ്കമായിരിക്കുന്നു. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നാണ് കർത്താവായ യേശു അടയാളങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. മുൻപ് എന്നത്തേക്കാളും വൃദ്ധമന്ദിരങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു വൃദ്ധമന്ദിരങ്ങൾ. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വൃദ്ധമന്ദിരം വർദ്ധിക്കുന്നു. അത് പേ ചെയ്തിട്ടുള്ളതും പണം കൊടുത്തിട്ടുള്ളതും പണം കൊടുക്കാതെയുള്ളതും, അനാഥ വൃദ്ധമന്ദിരവും അല്ലാത്ത വൃദ്ധമന്ദിരവും 1, 2, 3, 4 ക്ലാസ്സുകളായിട്ട് തിരിച്ചുള്ള വൃദ്ധമന്ദിരം വന്നു കഴിഞ്ഞു. അതായത് നിർധനരും അനാഥരും ആയ വൃദ്ധന്മാരെ, വൃദ്ധകളെ പാർപ്പിക്കുന്ന ഒരു കേന്ദ്രം. അതൊരു കാറ്റഗറി. മറ്റൊന്ന് കുറച്ചെങ്കിലും പൈസ കൊടുക്കാൻ കഴിവുള്ളവർക്കുള്ള വൃദ്ധമന്ദിരം. മറ്റൊന്ന് നല്ല സൗകര്യമുള്ള വീട്ടിലെ, സാമാന്യം സൗകര്യമുള്ള വീട്ടിലെ. പിന്നെ ഒന്ന് വലിയ VIPസിൻ്റെത്. എന്താ സംഭവം? ഒരു 10-20 ലക്ഷം രൂപ ഞങ്ങളെ തന്നേക്കാം, ഞങ്ങളുടെ അപ്പനെയും അമ്മയും നല്ല മനോഹരമായ ഫുഡ് കൊടുത്ത്, നല്ല നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് നിങ്ങൾ നോക്കണം. ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് സ്ഥാപനങ്ങൾ വരുന്നു. അത് ഏറ്റവും ഹൈ ലെവൽ 5 സ്റ്റാർ വൃദ്ധമന്ദിരം. സങ്കല്പമല്ല ഞാൻ പറയുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട്? പൈസയുണ്ട്, പക്ഷെ സ്നേഹമില്ല. ഈ മാതാപിതാക്കൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം അങ്ങനെ പറ്റുള്ളത്. ഇനിയിപ്പോൾ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരതിനകത്ത് അങ്ങ് സന്തോഷിക്കുക. അങ്ങനെ ഒരു ഒരു നല്ല സൗകര്യമുള്ള, വിദേശത്ത് നല്ല സൗകര്യമുള്ള ഒരു മനുഷ്യൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി എന്നെ ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ലാസ്റ്റ് ടൈം നാട്ടിൽ താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അതിനേതെങ്കിലും ഒരുവിധം സ്റ്റാൻഡേർഡുള്ള വൃദ്ധമന്ദിരം എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, മക്കൾ നല്ല ജോലിയിലാണ്, വിദേശത്താണ്. എന്താണ് പ്രശ്നം? അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതുകൊണ്ട് അവരതിന് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലും പൈസയുണ്ട്, ഞാനങ്ങ് പോരാ. നമുക്കതിൻ്റെ അകത്തെ അർത്ഥം മനസ്സിലായി. പുള്ളിക്കാരുടെയിലും പൈസയുണ്ട്, പിള്ളേരുടെയിലും പൈസയുണ്ട്. പക്ഷെ സ്നേഹം അവിടെയില്ല, ഇവിടെയില്ല. പിള്ളേരെ കാണണമെന്ന് പുള്ളിക്കുമില്ല. അത് സാഹചര്യത്തോടെ ഇണങ്ങാൻ മനുഷ്യൻ മിടുക്കനാണല്ലോ. വിശേഷിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തോടെ അവൻ ഇണങ്ങും. അത് ഒരു കണക്കിന് നല്ലത്, പ്രശ്നങ്ങളില്ലാതെ പോകട്ടെ. പക്ഷെ ഇതൊരു വിഷയമാണെന്നാണ് നമ്മുടെ വിഷയം. സ്നേഹം തണുത്തുപോയി. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുന്നു, 2.5 വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ബോർഡിങ്ങിലാക്കുന്നു. ആ കുഞ്ഞുങ്ങൾ കരഞ്ഞു കൂവിയാണ് ആ ബോർഡിങ്ങിലേക്ക് പോകുന്നത്. അന്ന് തന്നെ ആ കുഞ്ഞുങ്ങൾ മനസ്സിലെഴുതും, 65 വയസ്സ് കഴിയുമ്പോൾ അപ്പനെയും അമ്മയും ഞങ്ങൾ ഇതുപോലെ ഒരു ബോർഡിങ്ങിലാക്കിക്കോളാം.
ഇതാണ് ഈ സംസ്കാരത്തിന്റെ പോക്ക്. സ്നേഹം തണുത്തു പോകും. കുഞ്ഞുങ്ങളെ ഒപ്പം നിർത്തി പഠിപ്പിക്കാൻ പറ്റാത്തൊരു കാലം എങ്ങനെയോ വന്നുകൂടി. ഇതൊക്കെ ഒരു ഫാഷനായിട്ട് നമ്മളങ്ങ് അംഗീകരിച്ചിരിക്കുക. വൃത്തികേടുകളൊക്കെ, അതായത് ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്, ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നും. വളരെ മോശമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായി കഴിഞ്ഞു. പുരുഷന്മാർ വസ്ത്രം ധരിക്കുകയും സ്ത്രീകൾ വസ്ത്രം ധരിക്കാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഇപ്പോഴത്തെ സ്റ്റൈല്. നിങ്ങൾ ഏതെങ്കിലും ടെലിവിഷനിൽ ഏതെങ്കിലും ഒരു പരസ്യമോ സ്പോർട്സോ ഏത് കളിയിലും നോക്കിക്കോ, ആർക്കാ വസ്ത്രം കൂടുതൽ? പുരുഷന്മാർക്ക് നല്ല വസ്ത്രങ്ങളായിട്ടിരിക്കുന്നത്. അവർ മിക്കവാറും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ തിരിച്ചാ വേണ്ടത്, അല്ലേ? തിരിച്ചാ വേണ്ടത്. പുരുഷൻ ഇച്ചിരി വസ്ത്രം കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. കാരണം സ്ത്രീയുടെ ശരീരപ്രകൃതി പുരുഷന്റെ ശരീരപ്രകൃതി രണ്ടുണ്ടല്ലേ. പക്ഷെ സ്ത്രീകൾ വസ്ത്രം കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം വൃത്തികേടിൽ ആളുകൾ സന്തോഷിക്കുക. ബൈബിൾ പ്രമാണം ബാക്കി ഇങ്ങനെ കിടപ്പുണ്ട്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. നമ്മുടെ വിഷയം എന്താ? കർത്താവിന്റെ വരവ്. ബൈബിളാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, സുവിശേഷമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കാലഘട്ടത്തിന് പ്രത്യേകതയാണ് കേട്ടോ. സ്നേഹം തണുത്തുപോയി. മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചില്ല എങ്കിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുകയില്ലെന്ന് വേദപുസ്തകത്തിലെ പ്രമാണം തിരുത്താൻ പറ്റൂല. അതിപ്പോ ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മ ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. യേശു കർത്താവ് പറഞ്ഞു തന്റെ മടങ്ങി വരവിന് ചില അടയാളങ്ങൾ ഉണ്ടെന്ന്. അതെന്തിനാണ്? അവന്റെ ശിഷ്യന്മാർ അത് അറിഞ്ഞിരുന്നാൽ സംഭവങ്ങൾ കാണുമ്പോൾ കർത്താവിന്റെ വരവാണ് എന്ന് അറിയാമല്ലോ. അതിനുവേണ്ടി ശിഷ്യന്മാരോട് മാത്രമായിട്ട് യേശു ഈ വിഷയം സംസാരിച്ചു. അത് പ്രധാനമായും 2 ബുക്കുകളിൽ കിടക്കുന്നു. ഒന്ന് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. ഈ 2 പുസ്തകങ്ങളിൽ, ഈ 2 അധ്യായങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ നിന്ന് മറ്റൊരടയാളം ഇന്ന് നമുക്ക് നോക്കാം. 24:12 അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. സംഭവിക്കാൻ പോണ കാര്യമാണ്. AD 30 യേശു ഇത് പറഞ്ഞു. AD 2005 നമ്മൾ ഇത് പഠിക്കുന്നു. അധർമ്മം പെരുകും. ഇതാണ് ഒരടയാളം. മറ്റൊരടയാളം സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകും. AD 30 യേശു പറഞ്ഞു. ഈ 2000 വർഷത്തിനുള്ളിൽ അധർമ്മം പെരുകിയോ? കാര്യങ്ങളെക്കുറിച്ച് നന്നായി ശ്രദ്ധിക്കുന്നവർക്കറിയാം, അധർമ്മം പെരുകിയെന്നല്ല, ധർമ്മം ഇല്ലാതെയായിരിക്കുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ ഏറെക്കുറെ അന്യം നിന്നു പോയിരിക്കുകയാണ്. ചില ജീവികളെയും ചില പക്ഷികളെയും എന്നേക്കുമായി നശിച്ചു പോകാതിരിപ്പാൻ കാഴ്ച ബംഗ്ലാവിലും ഒക്കെ സൂക്ഷിക്കുന്നത് പോലെ ധർമ്മം എന്നത് ഇന്ന് കാഴ്ച ബംഗ്ലാവിലോ മ്യൂസിയത്തിലോ പോയി തപ്പേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു. ഇന്നത്തെ ഈ കൺസ്യൂമർ സംസ്കാരം, ഈ ബിസിനസ് മൈൻഡ് മനുഷ്യരെ മുഴുവനും കച്ചവട കണ്ണുകൊണ്ട് കാണുകയാണ്. ആരോ പറഞ്ഞു, മാട്രിമോണിയൽ ഈസ് എ മാറ്റർ ഓഫ് മണി. വിവാഹം എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു കളിയാണെന്ന്. പണത്തിന് വേണ്ടിയുള്ള ഒരു ബിസിനസ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, അദ്ദേഹം അതിലൂടെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെയാണ് കാണുന്നത്. ഭൂമിയിലെ സകല ആളുകളും ഈ വിധത്തിൽ കാര്യങ്ങളെ തലതിരിച്ചു കാണുന്നു. അപ്പോൾ ധർമ്മം എന്നൊരു സാധനം ഏറെക്കുറെ
അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. പത്രവാർത്തകളിലെ ആ കയ്പുള്ള കറുത്ത ഭാഗങ്ങളൊക്കെ പരസ്യമായി വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും അധാർമികതയുടെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ കാല് വെട്ടാൻ, കൈവെട്ടാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചോ, ആളുമാറി വെട്ടിയെന്ന്. അതായത് 3-4 ചെറുപ്പക്കാർ ഒരു തുക കൈപ്പറ്റിയിട്ട് ഒരാളെ വെട്ടാൻ പോവുകയാണ്. അയാൾക്കോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ ഒരു തുകയാണ്, എത്രയോ ഞാൻ ഓർക്കുന്നില്ല, 5000-ഓ 10,000-ഓ. അത് മേടിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് കൊല്ലണ്ട, ഒരു കൈ അങ്ങ് വെട്ടിയാൽ മതിയെന്ന്. ഈ ഗ്രൂപ്പ് വെട്ടാൻ ചെല്ലുന്നു, ഒരു കൈ വെട്ടി അവർ സ്ഥലം വിട്ടു. പക്ഷെ ഒരു നിരപരാധിയുടെ കൈയാണ് വെട്ടിയത്. ഇവർക്കൊരു ഫോട്ടോയും ഒരു രൂപവും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അതേപോലെ ഒരാളെ ഇരുട്ടല്ലേ പെട്ടെന്ന് കണ്ടു, വെട്ടി. എന്നിട്ട് പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്ത വളരെ ദയനീയമാണ്. മനുഷ്യൻ ധാർമ്മികമായി എന്തുമാത്രം തകർന്നു എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ പറ്റും. ആളുമാറി കൊലപാതകം. അതേ കാശ് കൊണ്ട് അവർ പോയി മറ്റേയാളെ വീണ്ടും വെട്ടണം. അപ്പൊ ഈ കൊടുത്ത കാശ് കൊണ്ട് ഈ വ്യക്തി പറഞ്ഞ ആളെ വെട്ടണം. അതിനുവേണ്ടി അവർ വീണ്ടും പോകുന്നു. ഈ ആദ്യത്തെ ആളെ വെട്ടിയതിനു വേണ്ടി പോലീസ് അന്വേഷണം തുടരുന്നു. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആളെ വെട്ടുന്നു. ഇവരുടെ വഴിക്ക് പോകുന്നു. ഇവർ പിന്നീട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു, മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ പോയി വെട്ടുന്നു. ആരിത് ചെയ്യുന്നു? കാണ്ടാമൃഗമല്ല, കരിമ്പുലിയല്ല, കാട്ടാനയുമല്ല. തോമസ്, ഗോപി, രാമൻ, രാജു, ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അധർമ്മം പെരുകുന്നു. അധർമ്മം പെരുകുന്നു. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എത്ര കൊല്ലം മുമ്പ് പറഞ്ഞു? 2000 വർഷം മുമ്പ് പറഞ്ഞു. എന്താണത്? ഈ യുഗത്തിന്റെ അവസാനത്തിന്റെ ലക്ഷണമായിരിക്കും അത്. ഇത് കൂടും എന്ന് യേശു പറഞ്ഞത് ഗ്രാജുവലി അന്നു മുതൽ കൂടുകയാണ്. മാക്സിമത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്ത് മനസ്സിലാക്കണം? യേശു പറഞ്ഞ സമയമായി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരാഴ്ചത്തെ പത്രം അടുക്കി വയ്ക്കുക, അധർമ്മത്തിന്റെ പെരുപ്പം അവിടെ കാണാം. അധർമ്മത്തിന്റെ വർധനവ് അവിടെ കാണാം. ഇതിനു മുമ്പൊന്നും വായിക്കാത്ത തരം വാർത്തകളും ആ സൈസ് പരിപാടികളും മനുഷ്യ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഒരുത്തനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകൾ, പരിപാടികളൊക്കെ വർദ്ധിച്ചു വരുന്നു. അതെ, യേശു പറഞ്ഞ അടയാളം അധർമ്മം പെരുകും. അധർമ്മം പെരുകും. അന്ന് മുതൽ ഇന്ന് വരെ കൊണ്ട് അധർമ്മം ഓരോ ദിവസവും പെരുകുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും അത് കൂടിക്കൂടി വരികയാണ്. ലേറ്റസ്റ്റ് വൃത്തികേടുകൾ, പരിഷ്കരിച്ച ക്രൂരതകൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നു. ഒരധ്യാപകൻ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകനെ കുറിച്ച് പറയുന്നത് കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്നു എന്നാണ്. നമുക്കറിയില്ല. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ആ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. എന്നെ കൊല്ലല്ലേ എന്ന് അധ്യാപകൻ പറയുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ ഈയല് പോലെ വിറച്ച് ക്ലാസ്സിലിരിക്കുന്നു. ഇവരകത്ത് കയറി കുട്ടികളുടെ കൺമുമ്പിലിട്ട് അവരുടെ പ്രിയങ്കരനായ അധ്യാപകനെ തലങ്ങും വിലങ്ങും വെട്ടി കഷ്ണം കഷ്ണമായി മുറിച്ച് ചോരക്കളമാക്കി. എവിടെ നടന്ന കാര്യമാണ്? ഉഗാണ്ടയിൽ നടന്നതല്ല, സാക്ഷര കേരളത്തിൽ നടന്ന കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഒരു അധ്യാപകനെ വെട്ടി നുറുക്കുന്നു. രാഷ്ട്രീയ കൊലപാതകം എന്നാണ് അതിന്റെ പേര്. അതിനൊരു വിധിയൊക്കെ ഈയിടെ വന്നതായിട്ട് ഓർക്കുന്നു.
അതൊക്കെ വളരെ പതുക്കെ വരും. അത് അടുത്ത കോടതിയിൽ ചെന്ന് വീണ്ടും അതിനെ മോഹം മാറ്റിയെടുക്കുന്നു. കോടതിയെ വിമർശിക്കുവാൻ ഒരു സുവിശേഷകന് അവകാശമില്ല. എന്റെ വിഷയം അതല്ല. അധർമ്മം പെരുകുന്നു, ക്രൂരത വർദ്ധിക്കുന്നു. ആ കുട്ടികളെ അവരുടെ മനസ്സിന്റെ മുറിവ് കെട്ടുവാൻ ഇനിയും ഭൂമിയിൽ ആർക്കും കഴിയില്ല. അവരിൽ പല കുഞ്ഞുങ്ങളും പിന്നീട് സ്കൂളിൽ പോയില്ല. ചില കുഞ്ഞുങ്ങൾ ഭയം കൊണ്ട് രാവും പകലും ഉറങ്ങാതെയായി. ചില കുട്ടികളുടെ മാനസിക സമനില തെറ്റിപ്പോയി. നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ പലരും വിദ്യാലയത്തിലേക്ക് പോകാൻ പേടിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ നല്ല പാട്ടുകാര യേശുദാസ് തുടങ്ങിയുള്ള നല്ല ആളുകൾ മറ്റാരൊക്കെയോ സാമൂഹിക പ്രവർത്തകർ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച വാർത്തകളൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. ഇത് യേശു പറഞ്ഞ ഒരു പ്രവചനം ഇതിനോട് ഞങ്ങൾ ബന്ധിപ്പിക്കുന്നു. അധർമ്മം പെരുകുന്നു. അവിടെ തന്നെ രണ്ടാമത്തേത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തേത്, വാക്യം 12 ഒരെണ്ണം കൂടെ പറഞ്ഞിരിക്കുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. സ്നേഹം തണുത്തുപോകും. സ്നേഹം ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? സ്നേഹം തണുത്തുപോയി. സ്നേഹം ഒഴുകുന്നില്ല. സ്നേഹം സ്വാർത്ഥതയിൽ ഒതുങ്ങുന്നു. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് എല്ലാം സ്വാർത്ഥതയിൽ നിന്നാണ് വരുന്നത്. സ്നേഹം എന്ന് ഇവിടെ ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമൊക്കെ നിങ്ങളൊന്ന് ശരിക്കും അനലൈസ് ചെയ്താൽ, ശരിക്കൊന്ന് വിശദമായി പഠിച്ചാൽ, ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്നത് വാസ്തവത്തിൽ ഒരു നല്ല ശതമാനം പേര് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയെ കൊണ്ട് അവന് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നതും അതുപോലെയൊക്കെ തന്നെ. മക്കളെ സ്നേഹിക്കുന്നത്, അമ്മയെ സ്നേഹിക്കുന്നത്, അപ്പനെ സ്നേഹിക്കുന്നത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇതാണ് ഫ്രീസ് ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ. സ്നേഹം തണുത്തുപോയി, ഒഴുക്കുന്നില്ല. അതങ്ങ് ചുരുങ്ങി 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 അത് വേറെ സാധനമായിപ്പോയി. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സ്നേഹത്തെക്കുറിച്ചൊരു ഉപന്യാസം എഴുതാൻ പഴയതിനേക്കാൾ കഴിവുണ്ട് ആളുകൾക്ക്. സ്നേഹത്തെക്കുറിച്ചൊരു കവിത എഴുതാനൊക്കെ ഇപ്പം നല്ല കഴിവുള്ള ആളുകളുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നല്ല പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനൊക്കെ നല്ല വിദഗ്ധമായ കഴിവുള്ള ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു. ശരിയാണോ? എവിടെ സ്നേഹം? സ്നേഹത്തിന് നല്ല പര്യായ പദങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ യഥാർത്ഥ സ്നേഹം കാണാനില്ലാതെ വണ്ണം അന്തരീക്ഷം വരണ്ടിരിക്കുന്നു, ശുഷ്കമായിരിക്കുന്നു. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നാണ് കർത്താവായ യേശു അടയാളങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. മുൻപ് എന്നത്തെക്കാളും വൃദ്ധമന്ദിരങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു വൃദ്ധമന്ദിരങ്ങൾ. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വൃദ്ധമന്ദിരം വർദ്ധിക്കുന്നു. അത് പേ ചെയ്തിട്ടുള്ളതും പണം കൊടുത്തിട്ടുള്ളതും പണം കൊടുക്കാതെയുള്ളതും, അനാഥ വൃദ്ധമന്ദിരവും അല്ലാത്ത വൃദ്ധമന്ദിരവും 1, 2, 3, 4 ക്ലാസ്സുകളായിട്ട് തിരിച്ചുള്ള വൃദ്ധമന്ദിരം വന്നു കഴിഞ്ഞു. അതായത് നിർധനരും അനാഥരും ആയ വൃദ്ധന്മാരെ, വൃദ്ധകളെ പാർപ്പിക്കുന്ന ഒരു കേന്ദ്രം. അതൊരു കാറ്റഗറി. മറ്റൊന്ന് കുറച്ചെങ്കിലും പൈസ കൊടുക്കാൻ കഴിവുള്ളവർക്കുള്ള വൃദ്ധമന്ദിരം. മറ്റൊന്ന് നല്ല സൗകര്യമുള്ള വീട്ടിലെ, സാമാന്യം സൗകര്യമുള്ള വീട്ടിലെ. പിന്നെ ഒന്ന് വലിയ VIPസിൻ്റെ. എന്താ സംഭവം? ഒരു 10-20 ലക്ഷം രൂപ ഞങ്ങളെ തന്നേക്കാം, ഞങ്ങളുടെ അപ്പനെയും അമ്മയും നല്ല മനോഹരമായ ഫുഡ് കൊടുത്ത്, നല്ല നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് നിങ്ങൾ നോക്കണം, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ വരുന്നു. അത് ഏറ്റവും ഹൈ ലെവൽ 5 സ്റ്റാർ വൃദ്ധമന്ദിരം. സങ്കല്പമല്ല ഞാൻ പറയുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട്? പൈസയുണ്ട്, പക്ഷെ സ്നേഹമില്ല. ഈ മാതാപിതാക്കൾ
അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം അങ്ങനെ പറ്റുള്ളത്, ഇനിയിപ്പോൾ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരതിനകത്ത് അങ്ങ് സന്തോഷിക്കുക. അങ്ങനെ ഒരു 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 നല്ല സൗകര്യമുള്ള, വിദേശത്ത് നല്ല സൗകര്യമുള്ള ഒരു മനുഷ്യൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി എന്നെ ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ലാസ്റ്റ് ടൈം നാട്ടിൽ താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അതിനേതെങ്കിലും ഒരുവിധം സ്റ്റാൻഡേർഡുള്ള വൃദ്ധമന്ദിരം എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, മക്കൾ നല്ല ജോലിയിലാണ്, വിദേശത്താണ്. എന്താണ് പ്രശ്നം? അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതുകൊണ്ട് അവരതിന് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലും പൈസയുണ്ട്, ഞാനങ്ങ് പോരാം. നമുക്കതിൻ്റെ അകത്തെ അർത്ഥം മനസ്സിലായി. പുള്ളിക്കാരൻ്റെയിലും പൈസയുണ്ട്, പിള്ളേരുടെയിലും പൈസയുണ്ട്. പക്ഷെ സ്നേഹം അവിടെയില്ല, ഇവിടെയില്ല. പിള്ളേരെ കാണണമെന്ന് പുള്ളിക്കുമില്ല. അത് സാഹചര്യത്തോടെ ഇണങ്ങാൻ മനുഷ്യൻ മിടുക്കനാണല്ലോ. വിശേഷിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തോടും അവൻ ഇണങ്ങും. അത് ഒരു കണക്കിന് നല്ലത്, പ്രശ്നങ്ങളില്ലാതെ പോട്ടെ. പക്ഷെ ഇതൊരു വിഷയമാണെന്നാണ് നമ്മുടെ വിഷയം. സ്നേഹം തണുത്തുപോയി. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുന്നു, 2.5 വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ബോർഡിങ്ങിലാക്കുന്നു. ആ കുഞ്ഞുങ്ങൾ കരഞ്ഞു കൂവിയാണ് ആ ബോർഡിങ്ങിലേക്ക് പോകുന്നത്. അന്ന് തന്നെ ആ കുഞ്ഞുങ്ങൾ മനസ്സിലെഴുതും, 65 വയസ്സ് കഴിയുമ്പോൾ അപ്പനെയും അമ്മയും ഞങ്ങൾ ഇതുപോലെ ഒരു ബോർഡിങ്ങിലാക്കിക്കോളാം. ഇതാണ് ഈ സംസ്കാരത്തിന്റെ പോക്ക്. സ്നേഹം തണുത്തു പോകും. കുഞ്ഞുങ്ങളെ ഒപ്പം നിർത്തി പഠിപ്പിക്കാൻ പറ്റാത്തൊരു കാലം എങ്ങനെയോ വന്നുകൂടി. ഇതൊക്കെ ഒരു ഫാഷനായിട്ട് നമ്മൾ അങ്ങ് അംഗീകരിച്ചിരിക്കുക. വൃത്തികേടുകളൊക്കെ, അതായത് ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്, ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നും. വളരെ മോശമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായി കഴിഞ്ഞു. പുരുഷന്മാർ വസ്ത്രം ധരിക്കുകയും സ്ത്രീകൾ വസ്ത്രം ധരിക്കാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഇപ്പോഴത്തെ സ്റ്റൈല്? നിങ്ങൾ ഏതെങ്കിലും ടെലിവിഷനിൽ ഏതെങ്കിലും ഒരു പരസ്യമോ സ്പോർട്സോ ഏത് കളിയിലും നോക്കിക്കോ, ആർക്കാ വസ്ത്രം കൂടുതൽ? പുരുഷന്മാർക്ക് നല്ല വസ്ത്രങ്ങളായിട്ടിരിക്കുന്നത്. അവർ മിക്കവാറും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ തിരിച്ചാ വേണ്ടത്, അല്ലേ? പുരുഷൻ ഇച്ചിരി വസ്ത്രം കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. കാരണം സ്ത്രീയുടെ ശരീരപ്രകൃതിയും പുരുഷന്റെ ശരീരപ്രകൃതിയും രണ്ടല്ലേ. പക്ഷെ സ്ത്രീകൾ വസ്ത്രം കുറച്ച് കൊണ്ടുവരിക. അപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം വൃത്തികേടിൽ ആളുകൾ സന്തോഷിക്കുക. ബൈബിൾ പ്രമാണം ബാക്കി ഇങ്ങനെ കിടപ്പുണ്ട്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. നമ്മുടെ വിഷയം എന്താ? കർത്താവിന്റെ വരവ്. ബൈബിളാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, സുവിശേഷമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. സ്നേഹം തണുത്തുപോയി. മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചില്ല എങ്കിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുകയില്ലെന്ന് വേദപുസ്തകത്തിലെ പ്രമാണം തിരുത്താൻ പറ്റൂല. അതിപ്പോ ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മ ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിന്റെ അടയാളങ്ങളെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം അടുത്ത അടയാളത്തിലേക്ക് കടക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാരാണ് അടുത്ത പ്രശ്നം. കള്ളപ്രവാചകന്മാരെ കുറിച്ച് ഒരു സൂചന ഞാൻ ഇതിനു മുമ്പുള്ള സന്ദേശത്തിൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയാം. വ്യാജ പ്രവാചകൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വ്യാജ ക്രിസ്തു. പൊതുവെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് ഇപ്പൊ കുറെ മാർക്കറ്റ് പിടിച്ചിട്ടുണ്ട്. ഒരു വണ്ടിയുടെ താക്കോല് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ ഇപ്പൊ കിട്ടും. അപ്പൊ നിങ്ങൾ താക്കോല് കൊടുത്താൽ ഉടൻ തന്നെ മറ്റൊരു താക്കോൽ ഉണ്ടാക്കി തരാം. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പൊ പഴയതിനേക്കാൾ എളുപ്പമാണ്. ഇത് ആത്മീയ മണ്ഡലത്തിൽ വരുന്നു എന്നാണ് യേശു പറഞ്ഞത്. അതെ, അതാണ് ഈ കണ്ടുവരുന്നത്. അപ്പൊ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതിനും കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനലിനേക്കാൾ നല്ല ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ തന്നെ നല്ല പുഷ്പങ്ങൾ
നമുക്ക് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ ആ ഒറിജിനൽ, ആ നല്ല പുഷ്പങ്ങളുടെ തനി രൂപത്തിലുള്ള പുഷ്പങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിന് വെള്ളം ഒഴിക്കേണ്ട, വളം ഇടണ്ട, അത് വർഷങ്ങളോളം അവിടെ ഇരിക്കും. ഇതേ പ്രശ്നം ആത്മീയത്തിൽ വരുമെന്ന്, അത് വർദ്ധിച്ചു വരുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത് അടയാളങ്ങളിൽ പെട്ടതാണ്. അത് ഇത് കള്ള ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. ഇവിടെ കള്ള പ്രവാചകനാണ്. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം ദൈവത്തിന്റെ ശബ്ദം കേട്ട് മനുഷ്യനെ അറിയിക്കുന്നവനെന്നാണ് അതിന്റെ ആത്മീയ അർത്ഥം. എന്നാൽ അതിന്റെ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന അർത്ഥം വേറൊന്നാണ്. ഭാവി പറയുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഭാവി പറയുന്നതിനോടുള്ള താല്പര്യം മനുഷ്യന് വർദ്ധിച്ചതുകൊണ്ടാണ് കള്ളപ്രവാചകന്മാർ വർദ്ധിച്ചത്. ഞാൻ വിവരിക്കാം. വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ അവരുടെ ഭാവി അറിയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ ഏത് മാർഗവും തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് ഈ വ്യാജന്മാരിപ്പോൾ വളർന്നത്. അപ്പൊ കള്ളപ്രവാചകന്മാർ വർദ്ധിക്കും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ. ഇതിപ്പോ തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ട്. വിവിധ പേരുകളിൽ അത് രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കാണുന്നതിനേക്കാൾ കുറെ കൂടി ഇത് വർദ്ധിക്കും. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് കള്ളപ്രവാചകന്മാർ വരും, പലരെയും തെറ്റിക്കും. എന്താണ് പ്രവാചകൻ ചെയ്യുന്നത്? ചില കാര്യങ്ങൾ മുമ്പ് കൂട്ടി പറയും, ഭാവി പറയും. അതൊക്കെ ചിലതെല്ലാം ഒക്കും. അപ്പോഴത്തേനും ആളുകൾ തെറ്റിപ്പോവും. അപ്പൊ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ബൈബിൾ സന്ദേശം ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ശരിയായ ആധികാരികമായ പ്രമാണം പറഞ്ഞുതരാം. ഒരു പ്രവാചകനെ എങ്ങനെ വിശ്വസിക്കാം, എങ്ങനെ തിരിച്ചറിയാം? ഒരു പ്രവാചകൻ വ്യാജനാണോ? അവനെ നമുക്ക് അംഗീകരിക്കാമോ? അവനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇത് സംബന്ധിച്ചൊരു ആധികാരികമായ വചനം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് നല്ലതാണ്. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഇതൊരു പക്ഷേ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് അത്ര മനസ്സിലായി എന്ന് വരില്ല. എങ്കിലും സാരമില്ല, ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്. ഇപ്പോൾ നാം വായിക്കുന്നത് പഴയ നിയമത്തിലെ 190-ാമത്തെ പേജിൽ നിന്നാണ്. 190. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുൻകൂട്ടി പറയുകയും അവൻ പറഞ്ഞ അടയാളം സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകനെ വിശ്വസിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവൻ വചനം തെറ്റിച്ചു. നിങ്ങൾ ഈ പേജ് നമ്പർ എടുത്തിട്ട് വായിച്ചു നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുക, ഇല്ലെങ്കിൽ ഒരു കത്തയക്കുക. ഞാൻ വിശദീകരിച്ചു തരാം. ആത്മീയ വിഷയത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ പേരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരും ഭാവി പറയുന്നവരും ഈ കാലങ്ങളിൽ വർദ്ധിച്ചു വരുമെന്നാണ് പ്രവചനം. ഞാൻ വിശദീകരിക്കാം, വചനങ്ങൾ എടുത്ത് കാണിച്ചു തരാം. അപ്പോ ഭാവി പറയുക, നാളെ അത് സംഭവിക്കാൻ പോണു, നിങ്ങളുടെ കുഞ്ഞിന് അത് വരാൻ പോണു എന്നൊക്കെ പറയുകയും കുറച്ച് ഭൂതകാലങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഒരു ബലഹീനതയാണ് നാളെ എന്ത് നടക്കുന്നു എന്നറിഞ്ഞാൽ മനുഷ്യൻ ഏത് ബുദ്ധിജീവികൾക്കും അത് ഇഷ്ടം. അവന്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് അവന്റെ മുഖം തെളിയുന്ന കാണാം. അപ്പൊ അത് അവന്റെ ഒരു ബലഹീനതയാണ്. അതിനെ ജയിക്കണമെങ്കിൽ കുറച്ച് ആത്മീയമായ കരുത്തകത്തുണ്ടാകണം. എനിക്ക് എന്റെ ഭാവി അറിയണ്ട എന്ന് പറയണമെങ്കിൽ ആത്മീയമായി വളരാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഈ സന്ദേശത്തിലൂടെ വിവരിക്കുക ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് ഇപ്പൊ പറഞ്ഞത്. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ ഇവിടെ വായിച്ചത് ഇതാണ്. ഒരു പ്രവാചകൻ വരുന്നു. അവൻ വന്നിട്ട് പറയുകയാണ്, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടി വെട്ടി മഴ പെയ്യും എന്ന് പറയുന്നു. അതതുപോലെ തന്നെ സംഭവിക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ അവൻ വചനത്തിലില്ലാത്ത ഒരു കാര്യം ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അപ്പൊ വചനത്തിലില്ലാത്തൊരു കാര്യം അവൻ ചെയ്യുന്നു. ഇതിവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്യുന്നു, പക്ഷെ അവൻ പറഞ്ഞ പ്രവചനം നടന്നു. എന്തുകൊണ്ട് നടന്നു എന്ന ചോദ്യത്തിന് വേറെ മറുപടി പറയാം. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാജിക്കും ഒക്കെ കാണിക്കുന്ന പല പവറുണ്ട്, പല ശക്തികളുണ്ട്. കുറച്ച് ശാസ്ത്രീയമായിട്ടുണ്ട്, കുറച്ച് മനഃശാസ്ത്രമുണ്ട്, കുറച്ച് മറ്റ് പരിപാടികളുണ്ട്, കുറച്ച്
പൈശാചിക പ്രവർത്തനങ്ങളുണ്ട്. പിശാചിന്റെ ശക്തിയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിശദീകരിച്ചു തരാം. പുസ്തകങ്ങൾ വായിക്കാനുള്ള പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു തരാം. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ആവശ്യമാണ്. ഇങ്ങനെ കള്ളപ്രവാചകനെ തിരിച്ചറിയുന്നതിനുള്ള വ്യവസ്ഥ, ഇവനെ ശ്രദ്ധിക്കുക. ഇവന്റെ പ്രവചനമല്ല ശ്രദ്ധിക്കേണ്ടത്, ഇവനെ ശ്രദ്ധിക്കണം. ഇവന്റെ ജീവിതം ക്രിസ്തുവിന്റെ പ്രമാണത്തിന് 100% യോജിക്കുന്നതല്ല എങ്കിൽ ഇവൻ പറഞ്ഞ യാതൊരു പ്രവചനമോ അത്ഭുതമോ അംഗീകരിക്കേണ്ട എന്നാണ് ഇതിന്റെ അടയാളം. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകാം. അതിനോട് ചേർത്ത് കള്ളക്രിസ്തുവിനെ കുറിച്ചും കൂടെ ഒരു വാക്ക് പറഞ്ഞോട്ടെ. യോഹന്നാന്റെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയുണ്ട്. കള്ളക്രിസ്തു, കള്ളപ്രവാചകൻ. ഈ കാര്യങ്ങൾ കർത്താവിന്റെ മടങ്ങിവരവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പേജ് നമ്പർ 246, പുതിയ നിയമത്തിൽ 246. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതൽ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. അപ്പൊ കള്ളപ്രവാചകന്മാർ പുറപ്പെട്ടിരിക്കുന്നു. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിനെ അനുസരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശ്രദ്ധിക്കുക. അപ്പോ ക്രിസ്തുവിനെ അംഗീകരിക്കുക, ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ 100% ഫോളോ ചെയ്യുക. ഇത് ഈ വ്യക്തിയിലുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അവന്റെ അടയാളങ്ങളോ അത്ഭുതങ്ങളോ മാജിക്കോ ഒന്നും നീ വിശ്വസിക്കേണ്ട. ഇതാണ് ബൈബിളിന്റെ വീക്ഷണം. ഇവിടെ കള്ളക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ആരാണ് കള്ളക്രിസ്തു? ഈയിടെയല്ല, കുറെ നാളുകളായിട്ട് നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്. ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ വരുന്നത് കള്ളക്രിസ്തുക്കളാണ്. ഞങ്ങളോട് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ട്രാക്ട്, ബൈബിള് ഒക്കെ പറഞ്ഞുകൊണ്ട് വരിക, സുവിശേഷ യോഗത്തിന് വിളിക്കുക, കൺവെൻഷന് വിളിക്കുക, വീട്ടിൽ പ്രാർത്ഥന വെക്കുക, ഇങ്ങനെ കർത്താവിന്റെ പേരും പറഞ്ഞുകൊണ്ട് വരുന്നവരെ കുറിച്ച് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കള്ളക്രിസ്തുക്കൾ വരുമെന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോ ഈ വരുന്നത്. വഞ്ചിക്കപ്പെടരുത്. ആരെങ്കിലും ഞാൻ പറയുന്നതോ മറ്റൊരാൾ പറയുന്നതോ അല്ല പ്രമാണം. ബൈബിളാണ് നമ്മുടെ പ്രമാണം. ആ പ്രവചനം, ആ വാക്കെടുക്കുമ്പോൾ അതിന്റെ തൊട്ടു താഴത്തെ വാക്കെടുക്കണം. ഭൂലോകമൊക്കെയും, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 24:14. ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പൊ അതാര് പ്രസംഗിക്കും? അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നവനല്ല കള്ളക്രിസ്തു. ഞാനാണ് ക്രിസ്തു എന്ന് പറയുന്നവനാണ് കള്ളക്രിസ്തു. അപ്പോൾ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും ട്രാക്റ്റുമായിട്ട് വീട്ടിൽ വന്നെങ്കിൽ അവനെ പിടിച്ചോണം. ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ ഒരാൾ വന്നെങ്കിൽ അവനെ സൂക്ഷിക്കണം. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കാൻ വരണം, കർത്താവ് വരാറായി, മാനസാന്തരപ്പെടണം, പാപവഴികളെ ഉപേക്ഷിക്കണം, കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നവനെ കള്ളക്രിസ്തു ആണെന്ന് പറഞ്ഞ് തള്ളരുത്. അങ്ങനെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ കള്ളക്രിസ്തു ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. കള്ളക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തു ആണെന്ന് അവകാശപ്പെടുന്നവരെല്ലാം അതിൽപ്പെടും. ഇതിനോടുള്ള ബന്ധത്തിൽ 3 വാക്കുകൾ ഓർത്തിരിക്കുക. 1 കള്ളക്രിസ്തു, 2 കള്ളപ്രവാചകൻ, 3 എതിർ ക്രിസ്തു. ഇതിൽ എതിർ ക്രിസ്തു എന്നുള്ളത് ആന്റി ക്രൈസ്റ്റ്. അതിനെ ചില ആളുകൾ അന്തിക്രിസ്തു എന്നൊക്കെ വിളിക്കും. പക്ഷെ അന്തിക്രിസ്തു എന്നൊരു വാക്ക് ബൈബിളിലില്ല. പറഞ്ഞു അങ്ങനെ അന്തി ആയതാണ്. എതിർ ക്രിസ്തു എന്നുള്ളതാണ് ശരിയായ വാക്ക്. എതിർ ക്രിസ്തു അത് വരാൻ പോണു. പക്ഷെ അത് വെളിപ്പെടുന്നത് കർത്താവിന്റെ വരവിന് ശേഷമായിരിക്കും എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വരുന്ന പലരും പേരെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലരും കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയി, ഇനിയും വരാൻ സാധ്യതയുണ്ട്. കള്ളപ്രവാചകന്മാരാര്, കള്ളക്രിസ്തുക്കളാര്? വിശദീകരിക്കാം. കള്ളക്രിസ്തു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്നവരോ, യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമോ എന്ന് വീടുകൾ കയറിയിറങ്ങി സുവിശേഷം പറയുന്നവരെയോ അല്ല. അവരെ തെറ്റിദ്ധരിക്കരുത്. ഈശോ മശിഹായുടെ അന്ത്യകൽപ്പന, ഏറ്റവും വലിയ കൽപ്പന,
നമ്മളെല്ലാവരും ചെയ്യാൻ പറഞ്ഞ കൽപ്പന, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല മനുഷ്യരോട് സുവിശേഷം പറയണം. അപ്പൊ സുവിശേഷം പറയുന്നവൻ കള്ളക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. ദയവായി ശ്രദ്ധിക്കുക. ലോകത്തിൽ എത്തുമാത്രം മനുഷ്യരുണ്ടോ അവരുടെ എല്ലാ വീടുകളിൽ പോയി സുവിശേഷം പറയണം എന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ എത്ര വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ അയലോകത്തുള്ള എത്ര മനുഷ്യർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്? യേശു ആരാണെന്നുള്ളത് അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റും പാർക്കുന്നു. അവരോട് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നാം കുറ്റക്കാരാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ തിരുത്തുക. 2, കള്ളപ്രവാചകൻ ആരാണ്? കള്ളപ്രവാചകൻ മനുഷ്യനെ ചില ഭാവി പറഞ്ഞ്, പ്രവചനം പറഞ്ഞ് അവനെ യഥാർത്ഥ സത്യത്തിൽ നിന്നും അവന്റെ മനസ്സിനെ വലയ്ക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ആളുകൾ ഇനിയും ശക്തിപ്പെട്ടു വരും. ഇപ്പോൾ ഉണ്ട്. പല നല്ല ആത്മീയരായ ആളുകളുടെ വിശ്വാസം നശിപ്പിച്ചു കളഞ്ഞ കള്ളപ്രവാചകന്മാരെ എനിക്ക് നേരിട്ടറിയാം. നിങ്ങൾ അതിൽ വീഴരുത്. ഇത് വചനത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അതിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പിനെ പറയാം. വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം, കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട ഈ സത്യങ്ങൾ നാം അറിഞ്ഞില്ല എങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. പേജ് നമ്പർ 7. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ഇപ്പൊ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടെന്ന് യേശു അന്നേ പറഞ്ഞിട്ടിരിക്കുന്നു. ഏതാണത്? വളരെ ശ്രദ്ധിക്കണം. ഇത് സാധാരണക്കാർക്ക് ഒഴിയുന്നൊരു ഭാഗമാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്ത ചിലരും യേശുവിന്റെ ആളുകളല്ലായിരിക്കും. ഇത് സാധാരണക്കാരനെ കുഴയ്ക്കുന്ന കാര്യമാണ്. കർത്താവ് പറയാണ്, അന്നാളിൽ പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തല്ലോ. നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം നോക്കണം. എന്നിട്ട് ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് നോക്കണം. നിങ്ങൾക്ക് ആരെക്കുറിച്ചെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു വിരോധവുമില്ല. ഇവിടെ ഞാൻ അടയാളം പറയാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ കർത്താവേ എന്ന് വിളിക്കുകയും കർത്താവിന്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് ഈ പറഞ്ഞ പാർട്ടി. കർത്താവിന്റെ വചനം അനുസരിക്കാത്ത ഒരാള്, കർത്താവിന്റെ വചനം അനുസരിക്കാത്ത ഒരു വ്യക്തി രോഗശാന്തി ശുശ്രൂഷ നടത്തുകയോ അത്ഭുതങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നു എങ്കിൽ അവന്റെ കാര്യമായിരിക്കും ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക. വ്യക്തികളെയോ ഗ്രൂപ്പിനെയോ സമൂഹത്തെയോ പറയാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ നീ ഒരു പ്രാർത്ഥന നടത്തുകയോ അത്ഭുതം ചെയ്യുകയോ രോഗശാന്തി നടത്തുകയോ പ്രവചിക്കുകയോ അടയാളം കാണിക്കുകയോ ചെയ്യൽ അല്ല പ്രധാനം. കർത്താവിന്റെ വചനം പ്രമാണിക്കലാണ് പ്രധാനം. കർത്താവിന്റെ വചനം അനുസരിക്കാതെ വചനത്തിൽ ഇല്ലാത്തത് ചെയ്യുകയും വചനത്തിൽ ഇല്ലാത്തത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും അക്കൂട്ടത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വ്യക്തിപരമായി ചോദിച്ചാൽ കാണിച്ചു തരാം. ധാരാളം ആളുകളുണ്ട്. ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് യേശു പറയുന്നു, അവന്റെ അത്ഭുതങ്ങളല്ല പ്രധാനം, അവൻ യേശുവിന്റെ വചനം പ്രമാണിക്കുന്നുണ്ടോ, ഇതാണ് പ്രധാനം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ കള്ളപ്രവാചകന്മാരും വ്യാജ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരും എതിർ ക്രിസ്തുക്കളും കള്ളക്രിസ്തുക്കളും കർത്താവിന്റെ വരവിന്റെ സമീപകാലത്ത് ധാരാളം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അടയാളവും മറക്കാതിരിക്കുക. ഈ അടയാളവും നമ്മുടെ ശ്രദ്ധയിൽ വരട്ടെ.
ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 11 വാക്യത്തിൽ ഞാൻ മറ്റൊരു അടയാളം കൂടെ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 11 വാക്യം. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ബൈബിളിലെ ഒരു വാക്ക് പോലും വെറുതെ എഴുതിയിട്ടില്ല. ഒരു വചനം പോലും പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയി എന്ന് തോന്നാവുന്നത് ബൈബിളിലില്ല. ഭൂകമ്പത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. എന്നാൽ അന്ന് പറയാത്ത ഒരു കാര്യം അവിടുന്ന് ഇപ്പോൾ പറയുകയാണ്. മഹാവ്യാധി കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞു പോയിരിക്കുന്നു. മഹാവ്യാധി. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു 20 കൊല്ലം മുമ്പ് എത്ര ആശുപത്രി ഉണ്ടായിരുന്നു നമുക്ക്? 10 കൊല്ലം മുമ്പ് എത്ര ആശുപത്രി ഉണ്ടായിരുന്നു? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച വ്യവസായം ഹോസ്പിറ്റൽ ആണ് എന്ന് പറഞ്ഞാൽ ആരും എതിർക്കാൻ സാധ്യതയില്ല. എല്ലാ പട്ടണങ്ങളിലും 4, 5, 10, 20 ആശുപത്രികൾ 10 നില കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് പണിതുകൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇതിലേതെങ്കിലും ആശുപത്രിയിൽ ഒരു ബെഡ് ഒഴിവുണ്ടോ? അടുത്ത ചോദ്യം, മനുഷ്യൻ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ വില കൊടുത്തു പഠിക്കുന്നത് ഏത് വിഷയമാണ്? മെഡിസിൻ. ഏതിനാണ് ഏറ്റവും കോമ്പറ്റീഷൻ? 10ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് മെഡിസിൻ അഡ്മിഷന് വേണ്ടി പണം നേരത്തെ കൊടുത്ത് ബുക്ക് ചെയ്യുകയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇന്ന് ഇവിടെ പഠിക്കുന്ന ഏതൊരു കുട്ടിയെ വിളിച്ച് ചോദിച്ചു, നിനക്ക് ആരാകണം? ഡോക്ടറാകണം. അപ്പോൾ ഇത്രയും ഡോക്ടർ ഈ കാലത്തുണ്ടായിട്ട് രോഗി കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? അടുത്ത ചോദ്യം, മരുന്നുകൾ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ എത്ര 1000 പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചു. പക്ഷെ രോഗി കുറഞ്ഞിട്ടില്ല, രോഗം കുറഞ്ഞിട്ടില്ല. ഡോക്ടറും മരുന്നും 100 മൈൽ സ്പീഡിൽ ഓടുന്നു, രോഗം 1000 മൈൽ സ്പീഡിൽ ഓടുന്നു. ഒരിക്കലും ഡോക്ടർക്ക് മരുന്നിന് രോഗത്തെ കീഴടക്കാൻ പറ്റാത്ത സ്പീഡിൽ രോഗം കയറി വരികയാണ്. കർത്താവ് പറയുന്നു, മരുന്നില്ലാത്ത രോഗമാ മഹാവ്യാധി എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ മടങ്ങിവരവിന്റെ അടയാളത്തിൽ അതിപ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മഹാവ്യാധി. എന്റെ എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്, അംഗീകരിക്കുന്ന കാര്യമാണ് മഹാവ്യാധി. മരുന്നില്ലാത്ത രോഗം ഇപ്പോഴുണ്ടോ? ഉണ്ട്. ക്യാൻസറിന് മരുന്നുണ്ടെന്ന് നമ്മളൊരു സമാധാനത്തിൽ പറയുന്നതേ ഉള്ളൂ. ക്യാൻസറിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ പരുങ്ങലിലാണ്, ഭയത്തിലാണ്. എയ്ഡ്സിന്റെ കാര്യം അതിനേക്കാൾ അപ്പുറമാണ്. മഹാവ്യാധി മറ്റൊരടയാളമാണ്. നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് വരാം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഇതാ വാതുക്കലായിരിക്കും.